നിങ്ങളല്ലേ പറയണ്ടേ, എനിക്ക് മൂവി നല്ല ഇഷ്ടമായി. ആസ് എ ഓഡിയൻ വളരെ നല്ലൊരു ഫാമിലി മൂവി ആയിരിക്കും എന്നുള്ളതിന് 100% ഉറപ്പാണ്. ദിലീപിന്റെ ഫൈൻ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഒരു കംബാക്ക് ആണ്. ഞാൻ ദിലീപിന്റെ അത്യാവശ്യം നല്ലൊരു ഫാനാണ്. കാരണം നന്നായിട്ടുണ്ട് ബ്രോ, നല്ല മൂവി. ഇത് നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഇവരെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നൊരു മൂവിയാണ്. നല്ലൊരു ഫാമിലി സിനിമ, സിമ്പിൾ ഹ്യൂമർ, ദിലീപിന്റെ ഫൈൻ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. നല്ല നമ്മുടെ ലാലേട്ടനെ തുടരുമാണെന്നുണ്ടെങ്കിൽ ദിലീപേട്ടന്റെ ഫ്രണ്ട്സ് ആവോ? തിരിച്ചു വരിക എന്ന് വെച്ചാൽ രണ്ടുപേരായാലും ഇവരെന്നും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നമ്മൾ എത്ര വർഷം ഇവിടെ ഉണ്ട്, അവരും നമ്മുടെ ഒപ്പം ഉണ്ട്. അവർ പോവേ തിരിച്ചു വരവോ അങ്ങനെയൊന്നുമില്ല. അവർ എന്നും മലയാളികളുടെ മനസ്സിലുണ്ടാവും. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. നല്ല കോമഡിയാണ്. എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുള്ള ദിലീപിന്റെ ഒരു സ്ഥിരം ഒരു രീതിയാണല്ലോ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കംബാക്ക് എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് ഇമോഷണലാണ് കുറച്ച്. ലാലേട്ടനെ തുടരുമാണെന്നുണ്ടെങ്കിൽ ദിലീപേട്ടന്റെ ഫ്രണ്ട്സ് ആവോ? അല്ല, ഇതിൽ എന്താ വെച്ചാൽ രണ്ടൊരു വ്യത്യസ്തമായ രീതികളാണ്. ഇതില് ഒരു കുടുംബസ്ഥ തുടരും. ഞാൻ ചോദിച്ചത് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ദിലീപേട്ടനുണ്ട്. തീർച്ചയായിട്ടും അതൊരു കംബാക്ക് ആണ്. ഞാൻ ദിലീപിന്റെ അത്യാവശ്യം നല്ലൊരു ഫാനാണ്. കാരണം നേരത്തെ മുതലേ ഇപ്പോൾ CID മൂസ പോലുള്ള പടങ്ങളൊക്കെ കണ്ട് അത് 3, 4, 5 തവണ കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ അതിലും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ദിലീപ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ആണെങ്കിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ചെറിയ കോമഡീസ് പോലും നമ്മൾ വല്ലാണ്ട് ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു. നന്നായിട്ടുണ്ട് ഫിലിം. സിദ്ദിഖാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം സൂപ്പറാണ്. ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് കാണാം. നിങ്ങൾ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് പ്രത്യേകിച്ച് കാണപ്പെടാം കേട്ടോ. നിങ്ങളുടെ കുറേയൊക്കെ അതിൽ പാട്ടുകളുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ നായിക ഇതിനോടനുബന്ധമായിട്ടുള്ള ഒരാളാണ്. പുതിയ നായികയാണെന്ന് തോന്നത്തില്ല. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആളുടെ ഒരു പെർഫോമൻസ് ലെവൽ ഹൈ ആണ്. ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആണ്. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ആളാണ് അത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് നോക്കേണ്ടത്. ശരിക്കും പറഞ്ഞു പോസിറ്റീവാണ്. ഫാമിലി ആയിട്ട് തന്നെ കാണാം കേട്ടോ. അയ്യോ, ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ. നമ്മളിവിടെ കണ്ടത് നമ്മുടെ ഒരു ക്രൂവിൻ്റെ ഇതാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള തിയേറ്ററുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പറയട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ നല്ലൊരു ഫാമിലി മൂവി ആയിരിക്കും എന്നുള്ളതിന് 100% ഉറപ്പാണ്. അത്രത്തോളം എഫേർട്ട് നമ്മുടെ ടീം ഇതിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് മൊത്തത്തിൽ തുടക്കം തൊട്ട് ഇപ്പോൾ ലാസ്റ്റ് ഈ മൂവ്മെൻറ്റ് വരെ ഒരു ടീമിൻ്റെ കൂടെ അതൊരു ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് ഈ സിനിമയുടെ റിസൾട്ട് എങ്ങനെ സംഭവിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളല്ലേ പറയണ്ടേ, എനിക്ക് മൂവി നല്ല ഇഷ്ടമായി. ആസ് എ ഓഡിയൻ എനിക്ക് മൂവി നന്നായിട്ട് വർക്കായി. നല്ല ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകരെ ഏറ്റെടുക്കും തന്നെയാണ് വിശ്വാസം. നല്ല മൂവീസിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമല്ലോ പ്രേക്ഷകർ. ഏറ്റെടുക്കുമായിരിക്കണം. ചേച്ചി എന്ത് തോന്നുന്നു? നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട മൂവിയാണ്. ഇപ്പൊ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാത്തും ഒരു എന്താ പറയാ മിക്സ്ചറാണ് ഈ ഒരു മൂവി. എല്ലാ ഇമോഷനിലൂടെയും പോകുന്നുണ്ട്. പിന്നെ നല്ലൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഓഡിയൻസും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം.